പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു വിദേശ ഏജൻസി ഇന്ത്യയിൽ പത്രസ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലെന്നും അതേപോലെ മാധ്യമ സ്വാതന്ത്ര്യമുള്ള ചില രാജ്യങ്ങളുടെ പട്ടികയൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു. ആ പട്ടികയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇന്ത്യയിലെയും അതേപോലെ കേരളത്തിലെയും ചില മാധ്യമങ്ങൾ അവരെ അന്തിച്ചർച്ച നടത്തുകയുണ്ടായി. അതേപോലെ തന്നെ ചില പത്രങ്ങൾ മുഖപ്രസംഗം എഴുതുകയുണ്ടായി. നമുക്ക് മനോരമയിൽ വന്ന ഈ വാർത്തയും അതിൻ്റെ ഫോട്ടോയും ഒന്ന് കാണാം. ഈ ഫോട്ടോ ഇതൊരു കാർട്ടൂൺ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറയാമായിരുന്നു. പക്ഷേ ഈ ഫോട്ടോ ഇപ്പോൾ ഈ ഇന്ത്യയിലെ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലെന്നൊക്കെ പറയുന്ന അതേ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു മേയറിൻ്റെ ചിത്രമാണ്. ഇപ്പോൾ ഈ ചിത്രം അയാളുടെ ഫോട്ടോയില്ല, മേയറിൻ്റെ ഫോട്ടോയിൽ നിന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഉപയോഗിച്ചിരിക്കുകയാണ്. എത്ര വൃത്തികെട്ട ഒരു മാധ്യമ പ്രവർത്തനമാണ് ഇതെന്ന് നോക്കൂ. ഇനി ഇതേ ചിത്രം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെയോ ഒക്കെ രീതിയിൽ എഡിറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു മാധ്യമം പ്രസിദ്ധീകരിച്ചാൽ അല്ലെങ്കിൽ വാർത്ത ഇട്ടാൽ എന്താകും കേരളത്തിലെ അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കും. പോട്ടെ, കേരളത്തിൽ ഇനിയും 5 മേയർമാരുണ്ട്. ആ മേയർമാരുടെ ചിത്രം ഇങ്ങനെ വാർത്ത കൊടുക്കാൻ ഈ മാധ്യമത്തിന് ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ BJPക്കെതിരെ എന്ത് വാർത്തയും കൊടുക്കാം എന്നുള്ള രീതിയാണ്. ആരും ഇതിനെ പ്രതികരിക്കത്തില്ല എന്നുള്ള ഒരു രീതിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ വാർത്ത കൊടുക്കാൻ തയ്യാറാവത്തില്ലല്ലോ. എത്ര വൃത്തികെട്ട രീതിയിലാണ് ഈ ചിത്രം എഡിറ്റ് ചെയ്ത് വാർത്തയിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക. അപ്പോൾ ഈ വാർത്തയ്ക്കെതിരെ ആരും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാവില്ല. ഈ ഇങ്ങനെ വാർത്ത കൊടുക്കുന്ന മാധ്യമം തന്നെയാണ് പറയുന്നത് ഇന്ത്യയിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ല എന്ന്. എന്താണല്ലേ? നമസ്കാരം.